ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം കരുനാഗപ്പള്ളിയിലെ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പിന്റെ ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. യോഗത്തിന്റെ ഉദ്ഘാടനം ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് നിർവഹിച്ചു. കണ്ടല്ലൂർ സുധീർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ആർ അജന്തകുമാർ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായി 2 വിഷയങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ശ്രീനാരായണ സഹോദര ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലിനെതിരെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ മോശമായ പരാമർശം നടത്തിയിരുന്നു. ഒരിക്കലും ശ്രീനാരായണ സമൂഹം മാപ്പ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആരോപണമല്ല ശോഭാ സുരേന്ദ്രൻ നടത്തിയതെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ഗോകുലം ഗോപാലൻ അവർക്ക് എതിരായിട്ട് നമ്മുടെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയുണ്ടായി. അത് ഒരിക്കലും ശ്രീനാരായണ സമൂഹത്തിന് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാരോപണമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീനാരായണ ദർശനത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗുരുദേവ ഭക്തൻ കൂടിയാണ് ശ്രീ ഗോകുലം ഗോപാലൻ അവർ. അദ്ദേഹത്തിന് പ്രത്യേക കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു രാഷ്ട്രീയക്കാരും എങ്ങനെ മത്സരിച്ചാലും പുള്ളി അതിനകത്ത് ഇടപെടുന്ന ഒരു വ്യക്തിത്വമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന് നന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തേജോവധം ചെയ്തത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്കറിയാം. അത് ഇവിടെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ അച്ചാരം മേടിച്ചുകൊണ്ട് ശ്രീ ഗോകുലം ഗോപാലൻ അവരെ താറടിച്ചു കാണിക്കുക എന്നുള്ള വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ അവസരം അദ്ദേഹം മുതലെടുക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ത്യയുടെ തന്നെ ഭരണസാരഥ്യം വഹിക്കുന്ന NDA പോലുള്ള ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രന് ഒട്ടും യോജിച്ചതായില്ല. അതിൽ ഞങ്ങൾ ഈ സംസ്ഥാന കമ്മിറ്റി ഒന്നടങ്കം അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ശ്രീനാരായണ സമൂഹം ഇതിനെ അപലപിക്കുന്നതായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അടക്കം പ്രതികളായുള്ള മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ തുടരന്വേഷണം നടത്താൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഈ കേസിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ചില്ലെന്ന കണ്ടെത്തലുമായി അന്വേഷണം അവസാനിപ്പിച്ച വിജിലൻസ് നൽകിയ റിപ്പോർട്ട് തള്ളിയാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദൻ SNDP യോഗത്തിലെ മൈക്രോ ഫിനാൻസ് അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിരുന്നു. ഈ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തി ഏതാണ്ട് 8 വർഷത്തിന് ശേഷം ആ കേസ് ആ വിജിലൻസ് കോടതി തള്ളിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതിനകത്തെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണ്ടും VSൻ്റെ അഡ്വക്കേറ്റ് വിജിലൻസ് കോടതിയിൽ കേസ് നൽകുകയും ഇപ്പോൾ ആ വിജിലൻസ് കോടതി ഈ കേസ് പുനരന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 15,85,00,000 രൂപ പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും 5% താഴെ പലിശയ്ക്ക് നോൺ ട്രേഡിംഗ് കമ്പനിയായ SNDP യോഗത്തിന് നൽകുകയാണ് ഉണ്ടായത്. SNDP യോഗം നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ആ 5% താഴെ നൽകിയ തുക ഒരിക്കലും ഒരു നോൺ ട്രേഡിംഗ് കമ്പനിക്ക് പ്രോഫിറ്റ്
ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടിയ പലിശയ്ക്ക് ഇത് അതിലെ അംഗങ്ങൾക്ക് വിതരണം ചെയ്യുവാനോ ബിസിനസ് നടത്തുവാനോ പാടില്ലാത്തതാണ്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അതിലെ അംഗങ്ങളെ വഞ്ചിച്ചുകൊണ്ട് 12%, 15%, 18% ഇങ്ങനെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് പലിശ ഈടാക്കിക്കൊണ്ട് ഇത് വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ കൂടിയ പലിശയ്ക്ക് വിതരണം ചെയ്തു എന്ന് മാത്രമല്ല, ഇത് ശരിയായ ഉപഭോക്താക്കൾക്കാണോ ലഭിച്ചത് എന്നുള്ള യാതൊരുവിധ അന്വേഷണവും നേരത്തെ വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ നടത്തിയിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത് ഇത് അന്വേഷണത്തിന് കൊടുത്തപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പരാതി അതാണ്. ഇത് യഥാർത്ഥ ഉപഭോക്താക്കൾക്കാണോ ലഭിച്ചിട്ടുള്ളത് അതോ വ്യാജമായിട്ടുള്ള ഉപഭോക്താക്കളെ സൃഷ്ടിച്ച് വ്യാജ പേരുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ഈ പണം അവർ തന്നെ എടുത്തുപയോഗിക്കുകയാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഈ പണം തിരിച്ചടച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ സത്യം. ഈ പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് SNDP യോഗം ഓഫീസ് ഇന്ന് ജപ്തി ചെയ്തിരിക്കുകയാണ്. അങ്ങനെയും കൂടെ ഒരു സവിശേഷത ഇതിനുണ്ട്. ആ ജപ്തി ആയി കിടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പുനരന്വേഷണം വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഒന്ന് മാത്രമാണ് പറയുവാനുള്ളത്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥാപിതമായ സമയപരിധി കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷത്തോളമാകാൻ പോകും. ഈ പീരീഡിൽ അദ്ദേഹം അവിടെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. SNDP യോഗത്തിൽ നിന്നും അടിച്ചു മാറ്റിയിരിക്കുന്ന കോടികളുടെ അഴിമതിയെക്കുറിച്ച്. ഇത് വളരെ തുച്ഛമായ ഒരു എമൗണ്ടിൻ്റെ കാര്യമാണ് ഈ മൈക്രോ ഫിനാൻസ് VS അച്യുതാനന്ദൻ കൊടുത്ത കേസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ SNDP യോഗത്തിൻ്റെ മുഴുവൻ സ്വത്തുവകകളും ഇത്തരത്തിൽ അടിച്ച് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.